സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ കാണുമ്പോ മനസ്സിലാക്കിയോടെ ഇന്ന് എന്തായാലും നമ്മുടെ അല്ലൂസിന് വേണ്ടിയാണ് ഇന്ന് നമ്മള് ഡേ അല്ലൂസിന്റെ ഡേ ആണ്. അപ്പൊ അതെന്താണെന്നത് നമ്മള് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു ദിവസമാണ് ഇന്ന്. അപ്പൊ അതിന് എങ്ങനെ ആവും എന്നുള്ളത് നമുക്ക് ഒരു എന്താ പറയാ പ്രഷറും ഇല്ല, ഒരു ഐഡിയ ഇല്ല, ഒരു ടെൻഷൻ ഒന്നുമില്ല. ഓൻ ഫ്രീ ആയിട്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് എങ്ങനെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. നമ്മൾ ഇപ്പോഴേ പറഞ്ഞാലേ നിങ്ങൾക്ക് പലതും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അതെന്താന്നുള്ളത്. അപ്പൊ അല്ലൂസ് ഉഷാറല്ലേ? അല്ലൂസിന് പേടിയൊന്നുമില്ല, അല്ലൂസ് ഭയങ്കര കൂളായിട്ടാണ് പോകുന്നത്. അപ്പൊ അവിടെ എത്തിയിട്ട് എന്താന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കാം. നമ്മൾ പറയുന്നതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾക്ക് കാണുമ്പോഴല്ല അത് കൂടുതൽ എക്സൈറ്റഡ് ആവാം. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ ലൈക്കും ചെയ്യാം. പിന്നെ നിങ്ങൾ വീഡിയോ ത്രൂ ഔട്ട് കണ്ടിട്ട് കമന്റ് ഒന്ന് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ബൈ ബൈ. നമ്മള് പോവാൻ പോവാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവിടെ എത്തുന്ന വരെ നമുക്ക് ഭയങ്കര എന്താ പറയാ അത് തന്നെ എക്സൈറ്റ്മെന്റ് തന്നെയാണ് മൊത്തത്തിൽ. അങ്ങനെ ഗായ്സ് നമ്മൾ ഇപ്പം സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതേതാ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായി? ഇത് നമ്മുടെ കോഴിക്കോടുള്ള ഗോകുലമാളാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ട് ഇന്ന് ചെറിയ മക്കൾക്ക് ഒരു ഫാഷൻ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ നമ്മൾ അല്ലൂസ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു ദിവസമാണ് ഇന്ന്. അപ്പം നമ്മൾ മുമ്പേ ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. എന്താണ് ഇവിടെ ചെയ്യുക എന്നുള്ളതൊന്നും ഞങ്ങൾ വെൽ പ്ലാൻഡ് അല്ല. ഞങ്ങൾ അല്ലൂസിനോട് ജസ്റ്റ് പറഞ്ഞു കൊടുത്തു എങ്ങനെ നടക്കേണ്ടതെന്ന്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതാ ഒരുപാട് കുട്ടികളെ കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ വന്നിട്ടുണ്ട്. ഇനി എന്താണെന്നൊന്നും അറിയില്ല. ബാക്കിയൊക്കെ അവൻ്റെ കൈമേലാണ്. ഞങ്ങളെ മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി എന്തൊക്കെ അവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാം കേട്ടോ. ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട്. നമ്മൾ വരുന്ന സമയത്ത് കുറച്ച് കുട്ടികളൊക്കെ ഉള്ളായിരുന്നു. ഇപ്പോഴാണ് ഫുൾ സീറ്റൊക്കെ എന്താ പറയുക ഫില്ലായത്. അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ എങ്ങനെ പരിപാടിയിൽ ഇതാക്കും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാം അല്ലേ ഗൈസ്? അപ്പോൾ നമ്മുടെ നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നമ്പർ വിളിക്കുമ്പോഴാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ട് നമ്മുടെ പെർഫോമൻസ് ചെയ്യേണ്ടത്. അല്ലൂസിൻ്റെ 418 അപ്പോൾ അല്ലൂസ് വെയിറ്റിംഗ് ആണ് കേട്ടോ. ഗൈസ് ഇനി അടുത്ത നമ്മൾ അല്ലൂസാണ് കേട്ടോ. അപ്പോൾ എനിക്കറിയില്ല അല്ലൂസ് എന്താ പറയാൻ പോകുന്നതെന്നുള്ളത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വേണം. പിന്നെ കുട്ടിക്ക് എന്തെങ്കിലും ടാലൻറ്റ് ഉണ്ടെങ്കിൽ അത് പാട്ടോ ഡാൻസോ പിന്നെ ആണ് റാമ്പ് വാക്ക് വരിക. എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ. Father name Harun Taj. Mother name Ajida. Sister name Dia and Leela. Ero kalatte layo lola layo pogam to kanade tela pala kitti sneham kotti vayam tetti vadatti sitti
ചുറ്റി അടിയും പൊട്ടി പണി കിട്ടി ബനാനെ ഒരു പൂ തരാമോ ബനാനെ ഒരു കായ് തരാമോ കൂക്കുടുങ്ങാനവൻ ഞാൻ വരണ്ടേ കാതിരുന്നായവൻ ഞാൻ വരണ്ടേ അങ്ങനെ ഗൈസ് നമ്മുടെ അല്ലൂസിൻ്റെ ഫാഷൻ ഷോ ഒക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ അല്ലൂസിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ പിന്നെ ഇറങ്ങി. ഇപ്പം നമ്മളുള്ളത് നമ്മുടെ ഗോകുലമാളിൽ തന്നെയുള്ള ഗെയിമിംഗ് സെക്ഷൻ ആയിട്ടുള്ള പ്ലയാസയിലാണ്. അപ്പം ഇവിടെ ഇന്നിതാ നമ്മുടെ ഈ ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ട് ഒരു റൈഡ് കയറാം കേട്ടോ. അപ്പോൾ അല്ലൂസ് ചൂസ് ചെയ്തത് ഈ ഒരു ട്രെയിനിൻ്റെ റൈഡാണ്. എന്നിട്ട് ഇത് അല്ലൂസ് ഇതാ ഫസ്റ്റ് സീറ്റിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഗെയിം കഴിഞ്ഞിട്ട് എനിക്ക് വേറെയും ഗെയിമൊക്കെ കളിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് എന്നാൽ ആ ഗെയിമൊക്കെ കളിക്കുന്ന കാണാം കേട്ടോ. പിന്നെ ഗൈസ് അല്ലൂസ് കയറിയത് ഈ ഒരു റൈഡിലാണ് കേട്ടോ. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ ഒരു റേസിങ്ങിൽ. ഇത് എപ്പോഴും ഇവിടെ വരുമ്പം കയറുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം അതേപോലെ കയറിയിട്ടുണ്ട്. ഇങ്ങനെ കാറൊക്കെ ഇങ്ങനെ ഓടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാ കുട്ടികളെ കൂടെ അവിടുന്ന് കാറൊക്കെ ഓടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ ഗോകുലമാളിൽ ഇറങ്ങി. ഇപ്പം നമ്മളുള്ളത് കസവ് കേന്ദ്രയിലാണ് കേട്ടോ. ഇവിടെ നമ്മൾ വന്നത് അല്ലൂസിന് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞങ്ങൾക്കും ഡ്രസ്സ് നോക്കണം. ഞങ്ങൾക്ക് ഈ അടുത്തൊരു കല്യാണം വരുന്നുണ്ട്. അപ്പം അതാരതാണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം അവിടുത്തെ കല്യാണത്തിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നത്. അപ്പം നമ്മൾ അല്ലൂസിന് പറ്റിയ ഡ്രസ്സ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പം നമ്മൾ കുറച്ച് ഡ്രസ്സ് ഇതവിടെ കണ്ടു വെച്ചിട്ടുണ്ട്. നമ്മുടെ ജുബ്ബ ടൈപ്പാണ്, പാൻറ്റും വരുന്നത് ഉണ്ട്. അപ്പം വൈറ്റ് പാൻറ്റും പിന്നെ ഈ ഒരു കളറിലുള്ള കോമ്പിനേഷനിലുള്ള ഡ്രസ്സസും ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അല്ലൂസിന് ഒരുവിധമൊക്കെ ഇട്ട് നോക്കിയിരുന്നു എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആ ഇടുന്നതൊക്കെ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയുണ്ട് നിങ്ങൾ പറയും ഏത് കളറാണ് അവനിക്ക് സ്യൂട്ടായിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ ഞങ്ങൾ ഏത് കളറാണ് അല്ലൂസിന് എടുത്തതെന്നുള്ളതും നിങ്ങളൊന്ന് പ്രെഡിക്റ്റ് ചെയ്യും. ശരിയാണോ നോക്കാമല്ലോ അല്ലേ ഗൈസ്. പിന്നെ നമ്മൾ ഈ ഒരു ജുബ്ബയിലേക്ക് വരാൻ തന്നെ വേറൊരു റീസൺ ഉണ്ട് കേട്ടോ. നമ്മളെ മാമൻ്റെ മക്കൾ രണ്ടുപേരും ജുബ്ബാണ് കല്യാണത്തിലേക്ക് ഇടുന്നത്. അപ്പോൾ അല്ലൂസും പറഞ്ഞാൽ പിന്നെ എനിക്കും വേണം ജുബ്ബാന്ന്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സിലേക്ക് എത്തിയത് കേട്ടോ. പിന്നെ അല്ലൂസിന് പറ്റിയ കളറും വേണമല്ലോ. ഓരോരുത്തർക്ക് ഓരോ കളറായിരിക്കുമല്ലോ ഇട്ടാൽ രസം ഉണ്ടാവുക. അപ്പോൾ അല്ലൂസിനെ നമ്മൾ അങ്ങനെ നോക്കി എടുക്കുകയാണ്. ചിലത് എനിക്ക് നീളമില്ല, ചിലത് നീളമുള്ളതുണ്ട്. അങ്ങനെ ഈ ഒരു കളറൊക്കെ നല്ല രസമുള്ള കളറാണ് കേട്ടോ. എല്ലാ കളറും ഉണ്ട്. പിന്നെ ഇവിടെ നല്ല എന്താ പറയുക നല്ല മെറ്റീരിയൽ ആണ് ഇവിടെ ഉള്ളത്. നമ്മൾ വാങ്ങിയപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് തോന്നി കേട്ടോ. പിന്നെ ആണെങ്കിൽ ഞങ്ങളൊക്കെ ഉള്ളതും ഞങ്ങൾ നോക്കിയിട്ടോ. ഞങ്ങൾ വിചാരിച്ചു എപ്പോഴും ഞങ്ങൾ ഫുൾ ടോപ്പാണ് എടുക്കൽ, അപ്പോൾ ഈ പ്രാവശ്യം വെറൈറ്റി ആക്കാന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങളും ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ ഇൻഷാല്ലാ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ഇനിയിപ്പം പാർക്കിംഗ് ഏരിയയിലേക്ക് പോവാണ്. പിന്നെ ഇവിടുന്ന് വേണം വണ്ടി എടുത്തിട്ട് നമുക്കിനി ഫുഡ് കഴിക്കാൻ പോകണം. നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. നമ്മൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ.
അങ്ങനെ ഗായ്സ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കാലിക്കറ്റ് പരിവാർ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ വന്നത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഫുഡ് സ്പോട്ടിലേക്ക് വരുന്നത് കേട്ടോ. ഇത് ഈ അടുത്ത് റീസെൻ്റ്ലി തുറന്നൊരു ഷോപ്പും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് എന്നറിയാം. അപ്പോൾ നമ്മളിവിടെ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് റോഡ് സൈഡ് തന്നെയുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ വന്ന പാടന്നെ അവർ നമുക്ക് ലൈം ജ്യൂസ് തന്നിരുന്നു. അത് നമ്മൾ കുടിച്ചു. ഇതാ ചെറിയൊരു ഗ്ലാസ്സിൽ. പിന്നെ ഗൈസ് അല്ലൂസും ഉപ്പയും കൂടി ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്തു കേട്ടോ. അവർ പിന്നെ അത് കഴിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അല്ലൂസിന് പൊതുവേ ചിക്കൻ സൂപ്പൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അതാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ ഗൈസ് മെയിൻ കോഴ്സ് ആയിട്ട് നമ്മൾ പൊതുവെ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഒന്ന് എനിക്കും തേക്കും ചെമ്മീൻ ബിരിയാണി, നമ്മൾ പൊതുവെ അതാണ് കഴിക്കാറ്. പിന്നെ ഇമ്മ ഫിഷ് ബിരിയാണി ഓർഡർ ചെയ്തു. പിന്നെ അല്ലൂസും ഉപ്പയും കൂടിയും അല്ലൂസും ഫിഷ് ബിരിയാണി തന്നെ ഉമ്മൻ്റെ ഇതിൻ്റെ അകത്തുനിന്ന് ഷെയർ ചെയ്തു കേട്ടോ. പിന്നെ ഇപ്പക്ക് പൊറാട്ട ആണ് ഓർഡർ ചെയ്തത്. നമ്മൾ വേറെ ഒന്നും വെറൈറ്റി ഒന്നും ആക്കിയില്ല, ജസ്റ്റ് ഇത് തന്നെ കഴിച്ചു. പിന്നെ ഇപ്പോൾ ഒരു ചിക്കൻ ഡ്രൈ ഫ്രൈയും കൂടി ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡെല്ലാം കഴിച്ചപ്പോൾ വീട്ടിലെത്തിയിട്ട് അപ്പോൾ സമയം ഏകദേശം 9:45 നല്ലോണം ക്ഷീണമുണ്ട്, നല്ല ഉറക്കവും വരുന്നുണ്ട്. അപ്പം വിചാരിച്ചിരുന്നാൽ പിന്നെ ഔട്ട്ഡോറും കൂടി എടുത്തിട്ട് കിടക്കാന്ന്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നമ്മുടെ അല്ലൂസിൻ്റെ എന്താ പറയുക ഫാഷൻ ഷോൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരിപാടിക്ക് പോകുന്നത്. അത് അല്ലൂസ് കാരണമാണ് നമുക്ക് പോകാൻ പറ്റിയത്. മാഷാ അല്ലാ, അല്ലൂസിനെ കൊണ്ട് പറ്റുന്ന പോലെ ഓൻ ചെയ്തിട്ടുണ്ട്. അവിടെ പോയപ്പോൾ കുറച്ചും കൂടെ ടെൻഷൻ അത്രയും നേരം എനിക്ക് ടെൻഷൻ ഒന്നും ഇല്ല. പിന്നെ അവിടുത്തെ കുട്ടികളെ കളിക്കുന്നത് കാണുമ്പോൾ ഒരു പറയുന്ന കാണുമ്പോൾ പിന്നെ എനിക്ക് ടെൻഷനായി എങ്ങനെ ചെയ്യുമെന്ന്. നല്ല കുഴപ്പമില്ല, എൻ്റെ ആദ്യത്തെ അല്ല. അപ്പം പിന്നെ കുഴപ്പമില്ല. നമ്മള് സെലക്ഷൻ കിട്ടണം എന്ന് വിചാരിച്ചിട്ട് പോയതൊന്നുമില്ല. ഓനിക്കൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, എക്സ്പീരിയൻസ് അത്രേ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അല്ലൂസിന്റെ ഫാഷൻ ഷോയുടെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. പിന്നെ അതുപോലെ എന്തെങ്കിലും വീഡിയോസിന്റെ സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളി. ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ആ വീഡിയോ നമ്മൾ ചെയ്യാൻ എന്തായാലും നോക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് കൊടുക്കുകയാണ്. ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.